സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ബലി കൊടുക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനാഥരായിട്ട് വളരുന്ന ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് നമ്മുടെ ചുറ്റും. ദാമ്പത്യം വേർപിരിയുന്ന രണ്ടുപേർ തമ്മിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കളാണ്. അവരുടെ സന്തോഷത്തിൻ്റെ ഒരു ലോകമാണ് അവർക്ക് അവിടെ നഷ്ടമായി പോകുന്നത്. സ്വന്തം അച്ഛന് പകരമാകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കോ, അമ്മയ്ക്ക് പകരമാകാൻ വേണ്ടിയിട്ട് അച്ഛനോ ഒരിക്കലും സാധിക്കില്ല. മാതാപിതാക്കൾ വേർപിരിഞ്ഞ് അവരുടെ മറ്റൊരു ഓപ്ഷൻ തേടി പോകുമ്പോൾ ഈ കുഞ്ഞു മക്കൾക്കാണ് ഒരു ഓപ്ഷൻ ഇല്ലാതെ ആയി പോകുന്നത്. ദാമ്പത്യ ബന്ധം വേർപെട്ട് പോകുമ്പോൾ അവർക്ക് ഒന്നുകിൽ അവരുടെ അമ്മയെ നഷ്ടമാകും, അല്ലെങ്കിൽ അവരുടെ അച്ഛനെ നഷ്ടമാകും. ഇത് രണ്ടും കിട്ടുമ്പോഴുള്ള ആ സന്തോഷം ഒരിക്കലും ഈ രണ്ടു പേർക്കും ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കൊടുക്കാനും സാധിക്കില്ല. ഇന്ന് നിസ്സാരമായിട്ടുള്ള അഹന്തകൾക്കും ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യം വേണ്ടിയിട്ട് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ബലി കൊടുക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ ആരുടെ സഹായം വേണ്ട, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്, എനിക്ക് ആധുനിക വിദ്യാസമ്പന്നതയുടെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കുണ്ട്, പിന്നെ എന്തിനാണ് എനിക്ക് മറ്റൊരാളുടെ സഹായം എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നവര് ഒന്ന് ഓർക്കുക, അങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിൻ്റെ ബാല്യവും കൗമാരവും ഇല്ലാതാക്കുന്ന ഒരു കശാപ്പ് കത്തിയാണ്. കുട്ടികൾക്ക് ജന്മം നൽകിയാൽ മാത്രം പോരാ, അവർക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാതെ പിന്നെ എന്ത് സ്വാതന്ത്ര്യം തേടിയാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ മാതാപിതാക്കളുടെ ഈഗോയും മറ്റു പ്രശ്നങ്ങളും കാരണം ഉണ്ടാകുന്ന ആ വീഴ്ചകളിൽ തകർന്നടിയാൻ വെച്ച കളിക്കോപ്പുകളല്ല ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. വികാരത്തിന്റെയും ഈഗോയുടെയും പുറത്തെടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതം ഇരുട്ടിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് ഒരു തീരുമാനവും എടുത്തു പോകരുത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിശബ്ദമായ കണ്ണുനീരിന് കാലം തരുന്ന മറുപടി വളരെ ഭീകരമായിരിക്കും. താങ്ക് യു ഓൾ.